തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഗുരുവിനെ കൂട്ടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് തളർന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഗുരുവിൻ്റെ ചിത്രം ബൈബിളിലുണ്ട്. വല്ലാതെ നിരാശപ്പെട്ടിരിക്കുകയാണ്. നിരാശയുടെ പുറത്ത് നിരാശയെന്ന് പറയാം. പ്രതീക്ഷിച്ച് ഒന്നും കിട്ടാതെ ഗുരുവിൻ്റെ പിന്നാലെ നടന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് ബൈബിളിൽ പത്രോസ് പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, ഇനി രക്ഷയില്ല. ബാക്കിയുള്ളവരും പറയുന്നു, എന്നാൽ ഞങ്ങളും കൂടെ പോരാ. നല്ല മീൻപിടുത്തക്കാരാണ് എല്ലാവരും. എന്നിട്ടും ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. തളർന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഗുരു നടന്നു വന്നിട്ട് ചോദിച്ചു, വല്ലതും കിട്ടിയോ? ഉടനെ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ആ സെക്കൻഡിൽ ഗുരു പറയുന്നുണ്ട്, വലത്തുവശത്തേക്ക് വലയിടുക. പിന്നെ അങ്ങോട്ട് മീനുകളുടെ ഒരു ബഹളമാണ്. പ്രിയമുള്ളവരെ, ഗുരു വന്നു നിന്ന് നമ്മളോടും ചോദിക്കും, എന്തെങ്കിലും ഉണ്ടോ? അന്നേരം എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയാൻ പറ്റുന്നത് ആത്മീയതയിൽ കൃപയുടെ നിമിഷങ്ങളാണ്. എന്ന് നമ്മൾ ഓരോരുത്തരും എൻ്റെ കയ്യിൽ ഒന്നുമില്ല ദൈവമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിൽക്കുന്നു, അതാണ് ആധ്യാത്മികതയിൽ കൃപയുടെ നിമിഷങ്ങൾ. ഒത്തിരി അധ്വാനിച്ചിട്ട്, ഒത്തിരി ബിസിനസ് നടത്തിയിട്ട്, ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ട് ഒന്നും കിട്ടാതെ വിഫലതാബോധത്തിൽ തളർന്നിരിക്കുന്നവരെ, നിങ്ങളുടെ വിഫലതാബോധത്തിൻ്റെ പടവുകൾ ചവിട്ടി ഗുരു വന്നു നിന്ന് ചോദിക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെന്ന് നിറഞ്ഞ മനസ്സോടെ പറയുക. അത് ആധ്യാത്മികതയിൽ കൃപയുടെ നിമിഷങ്ങളാണ്. നമുക്കും പറയാം, ദൈവമേ, ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ, കൃപയായി ഒഴുകണമേ. നന്ദി.